ഇന്നത്തെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് അവധിക്ക് ഡെസേർട്ടിൽ ബാർബിക്യൂ ചെയ്യാനായിട്ട് ഹത്ത മൗണ്ടൻസിലേക്ക് പോവുക. എവിടെ പോകാനാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാണ്. ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു കൊച്ചു പിസ്സയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിള്ളേർ പിസ്സ ഹട്ട് തപ്പി അങ്ങനെ ഒരു ബർഗറിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ ഹത്തായിലേക്ക് എത്തി. ആ കാണുന്ന മൗണ്ടൻ കണ്ടോ, അതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹത്ത മൗണ്ടൻസ്, പിന്നെ വിസിറ്റ് ഹത്ത, വെൽക്കം ടു ഹത്ത. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. ഇനി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഇത് നല്ല സ്പോട്ടാണ്, അത് നല്ല സ്പോട്ടാണ്. അങ്ങനെ നമുക്ക് മറ്റേത് ഒത്തിരി ക്രൗഡഡ് ആയിരുന്നു. നമുക്ക് പെർഫെക്റ്റ് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഇങ്ങനെ താണ്ട സാധനങ്ങളൊക്കെ തറയിൽ ഇങ്ങനെ വാരി ഇട്ടേക്കുക. കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അല്ലേ മലകൾ കണ്ടോ, മലകൾ ഫുൾ അടിപൊളി, നല്ല വിൻ്റർ ക്ലൈമറ്റ്, നല്ല തണുപ്പുള്ള സീസൺ. പിന്നെ ഇവിടെ തന്നെ ടെൻറ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വേറെ ലൊക്കേഷൻ കൂടി തപ്പി പോയിട്ടുണ്ട്, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി നോക്കാം എവിടെയാണ് ഫിക്സ് ആവുന്നതെന്ന്. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ളത് കാണിക്കാമേ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ടെൻറ്റൊക്കെ അടിച്ചു. എല്ലാ സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നു. വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ലേക്കും ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ പോയിട്ട് കുറച്ച് പോകുന്ന വഴിയാണ്. നല്ല ക്രൗഡായിരുന്നു. ക്യൂ നിന്ന് വാഷ്റൂമിൽ പോയി. പക്ഷേ കുഴപ്പമില്ല, വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി തിരക്കാവുമായിരിക്കും. ഇനി ഞങ്ങൾ തിരിച്ച് നമ്മളെ ടെൻറ്റ് അടിച്ച സ്ഥലത്തേക്ക് പോവാം. ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ വെൽക്കം ടു നമ്മുടെ ബാർബിക്യൂ നൈറ്റ്. നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെക്കുന്നു. എല്ലാവരും സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പടക്കവും കൂടി പൊടുന്നുണ്ടായിരുന്നു. ഇതെന്താണ്? എന്ത് ചെയ്താലും ഇടയ്ക്ക് വർത്താനത്തിൻ്റെ ഒരു കുറവില്ല ആർക്കും. എന്നിട്ട് അത് കത്തിക്കണ്ട. വെള്ളം ചാർക്കോളൊക്കെ കത്തിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണെണ്ണയ്ക്ക് ഒഴിച്ചാണ് കത്തിച്ചത്. ഇനി മീനും ചിക്കനും കൂടി കത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ബാർബിക്യൂ ചെയ്തെടുക്കണം. എല്ലാവരും മാറി മാറി വീശി അത് കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് കത്തിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഈസിയായിട്ട് കത്തി കിട്ടി. മണ്ണെണ്ണ ഒഴിച്ചാൽ പിന്നെ നല്ലതായിട്ട് കത്തുമല്ലോ. അങ്ങനെ കത്തിയൊക്കെ കിട്ടിയായിരുന്നു. പാട്ടും ടെൻറ്റും പിന്നെ നമ്മുടെ ഫാമിലിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ്. നമുക്കിങ്ങനെ എൻജോയ് ചെയ്തിരിക്കാനായിട്ട് എങ്ങനൊരു ദിവസം തന്നേന്ന് ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ഫിഷ് റെഡി, നോട്ട് ചിക്കൻ. സോറി. But your soft pad is bringing wetness. Switch to new. മീൻ ബാർബിക്യൂ ചെയ്തു. പിന്നെ മുള്ളു പാത്രമേ ഉള്ളൂ ബാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു. ഇത് ചിക്കൻ്റെ പുറത്തിടും. ഇനി അടുത്തതായിട്ട് ചിക്കൻ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ എണ്ണ തൂക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഇട്, എന്നിട്ട് പിന്നെ നമുക്ക് എടുക്കാമല്ലോ, അല്ലെങ്കിൽ ഫിഷും കൂടി ഇടാം. അപ്പോൾ അത് ചൂട്ടത്തിരുന്നായിക്കോളൂല്ലോ, ഒന്ന് മറിച്ചിടും. അങ്ങനെ ഒരു അടിപൊളി ഫിഷ് ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ ഒക്കെ ചെയ്ത് കഴിച്ച് പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ചെയ്തു. ആർക്കും ഉറങ്ങാനൊന്നും വയ്യ. എല്ലാവരും ടെൻറ്റിനകത്ത് അങ്ങനെ വിരിച്ച് കമ്പിളിയും അങ്ങനെയൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും ഉറങ്ങണ്ട. എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റിനും ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തണുപ്പത്തേക്ക് ഈ ഫയറിൻ്റെ മുന്നിലിരിക്കാൻ തന്നെ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഇത്.